ശ്രീരാമ ശ്രീപദേ സീതാപദേ രാമ കാരുണ്യവാരിതേ കൈതൊഴുന്നേ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ വള്ളിപ്പയർ പിച്ചാനങ്ങ് ഇറങ്ങി. ഇത് ഇന്ന് കിട്ടിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതുമാണ് കേട്ടോ. ഒപ്പം ഇന്നലെ വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ച താടമീൻ എടുത്തങ്ങ് വെള്ളത്തിലിട്ടു, ഐസ് പോട്ടെ. അങ്ങനെ വള്ളിപ്പയർ അരിഞ്ഞത് അരപ്പം റെഡിയാക്കി വേവിക്കാനും വെച്ചു. ഇന്നലത്തെ താടമീൻ അത് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു വറക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ അരപ്പ് വരട്ടി വെച്ചിരിക്കുന്ന മീൻ അങ്ങ് എടുത്ത് വറക്കാനും വെച്ചു. പിന്നെ കുറച്ച് ചീനി പിഴുതെടുത്താലോ എന്ന് വെച്ച് ഞാനും ചേട്ടനും പറമ്പിൽ പോയി കുറച്ച് ചീനിയൊക്കെ പിഴുതെടുത്തു. അപ്പോഴേക്കും സവാള വൻപയർ തോരനും ഉലുവ പുളിങ്കറിയും താട വറുത്തതും ഒക്കെ റെഡിയായി. പിഴുത ചീനി ഒരു സഞ്ചിയിലാക്കാന്ന് വെച്ച് ഞാൻ സഞ്ചി തപ്പിപ്പോയതാ. ഒരു കടന്നലങ്ങ് കുത്തി. എൻ്റെ അമ്മോ, എന്തൊരു വേദനയായിരുന്നു. പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിലിരുന്ന തേനെടുത്തങ്ങ് പുരട്ടാമോന്ന് അറിയില്ല. എന്നാലും ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് കയ്യിലും പുരട്ടി ഒരു സ്പൂൺ കുടിക്കുകയും ചെയ്തു. വേദന കുറഞ്ഞു കേട്ടോ. സാധാരണ ഞാൻ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ കൈ പൊള്ളിയാൽ പെട്ടെന്ന് തന്നെ ഉപ്പുനീര് പുരട്ടും. ഇനി അഥവാ പിച്ചാത്തി കൊണ്ടങ്ങാനും കൈ മുറിഞ്ഞാൽ മഞ്ഞപ്പൊടി തേക്കും. ഇതൊക്കെയാണ് എൻ്റെ കിച്ചൺ ഫസ്റ്റ് എയ്ഡ്. നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ? എന്തായാലും ഒന്നും പറ്റാണ്ടിരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ കയ്യിൽ നീര് കുറഞ്ഞോ കൂടിയോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ബായ്.